Also say good morning to me. Very good. Okay, how are you children? Teacher എന്താ ചോദിച്ചത്? How are you? എന്താ പറയണ്ടേ? I am fine. Thank you. ടീച്ചർ എപ്പോഴും പറയും ടീച്ചർ ചോദിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ പറയാവൂ കേട്ടോ. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? യെസ്. ഓക്കെ, all of you stand up. അറ്റൻഷൻ ആയിട്ട് നിന്നേ എല്ലാവരും. നിന്നോ? യെസ്. അപ്പം നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. Okay, 5 lines of APJ. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. Okay, ഇനി വാം അപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും ടീച്ചറിനെ ശ്രദ്ധിച്ച് നിൽക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത് കേട്ടോ. Okay, hands up, hands down, hands up, hands down. 1, 2, 3, 4. 1, 2, 3, 4. Okay, all of you jump. Stop. Jump. Stop. Jump. Stop. Okay, all of you clap. Stop. നല്ല എന്താ പറയുക, എനർജറ്റിക് ആയിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യട്ടോ. നല്ല എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ട് നല്ല സൗണ്ട് ഒക്കെ കേൾക്കത്തക്ക രീതിയിൽ ക്ലാപ്പ് ചെയ്യണം എല്ലാവരും കേട്ടോ. ക്ലാപ്പ്. സ്റ്റോപ്പ്. ഓക്കെ, ക്ലാപ്പ് ആൻഡ് ജംപ്. സ്റ്റോപ്പ്. ക്ലാപ്പ് ആൻഡ് ജംപ്. ടീച്ചറിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പെട്ടെന്ന് വന്നേ. ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. നല്ല കുട്ടികളാണ്. നിന്നോ? എല്ലാവരും അറ്റൻഷനായിട്ട് നിന്നോ? ആരും നോക്കി നിൽക്കോ? ടീച്ചറിനെ നോക്കിയിരിക്കണോ? ടീച്ചറിനെയാണോ ശ്രദ്ധിക്കുന്നേ? ടീച്ചർ പറയുന്നതാണോ എല്ലാവരും ശ്രദ്ധിക്കുന്നേ? യെസ്. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു കാര്യം പറയാൻ പോവാ, എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഫ്രൈഡേ പ്രസന്റേഷൻ ഇടുമല്ലോ. ഫ്രൈഡേ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് ടീച്ചറിന് അയച്ചു തരത്തില്ലേ? അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചറിന് കുറച്ച് പേര് അയക്കാത്തവരുണ്ട്. അപ്പൊ ഫ്രൈഡേ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇനി മുതൽ എല്ലാവരും നന്നായിട്ട് നിൽക്കുമ്പം നല്ലതുപോലെ നിന്ന് അറ്റൻഷനായിട്ട് നിന്ന് നമ്മുടെ ഫ്രൈഡേ പ്രസന്റേഷൻ പറയണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് നിന്ന് എല്ലാവരും ഫ്രൈഡേ പ്രസന്റേഷൻ പറയണം കേട്ടോ. ഫ്രൈഡേ പ്രസന്റേഷൻ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കരുത്. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ടീച്ചറിനെ ഒരുമിച്ചൊന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തേ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, ഇനി നല്ല സ്മൈൽ ചെയ്തേ എല്ലാവരും. വെരി ഗുഡ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ സ്മൈൽ ചെയ്യുമ്പോൾ എല്ലാവരെയും കാണാൻ? അല്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആണ്, ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ സിഡാ. അപ്പൊ നമ്മൾ GK ഒക്കെ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ GK പഠിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈമിലെ GK ടീച്ചർ ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചറിനോടൊപ്പം ആൻസർ പറയണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. Okay. Okay. How many states are there in India? 28. Okay. Name of national song? Vande Mataram. Okay. Who wrote the national anthem? Rabindranath Tagore. Okay. How many legs does a butterfly have? 6.
ടീച്ചറിനോടൊപ്പം പറയണേ ആൻസർ. വിച്ച് ഈസ് ദ ടോളസ്റ്റ് ആനിമൽ ഓൺ ദ എർത്ത്? ആൻസർ giraffe. Okay. Which part of human skeleton protects our brain? Answer skull. Okay. Name the holy book of Christian. Bible. Okay. How many colors are there in Olympic rings? 5. Okay. How many legs does an ant has? Answer 6. Okay. Which reptile moves slow on the land? Slowly പോകുന്ന ഏത് reptile ആണ്? Tortoise. Okay. Next എന്താണ്? Which is the national tree of India? Answer banyan tree. Okay. What color is your sky? Blue. Okay. Which is the biggest railway station in Kerala? Shornur. Okay. How many players are in cricket team? 11. Okay. Which color of traffic light indicate the vehicle to go? Green color. Okay. How many days in a week? 7. Okay. Which vehicle fly in the air? Aeroplane. Okay. Who is father of computer? Who is father of computer? Charles Babbage. Okay. Which is the biggest fruit? Jackfruit. Okay. Which is the national fruit? Mango. എല്ലാവരും ആൻസർ പറയണേ. ടീച്ചർ മാത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. എല്ലാവരും ടീച്ചറിനോടൊപ്പം ആൻസർ പറയണം. Which is the capital of Kerala? Thiruvananthapuram. Okay. Who is the first Prime Minister of India? Jawaharlal Nehru. Okay. Next, how many fingers are in our legs? 10 fingers. Okay. What is the color of sky in moon? Black color. Okay. Which sense organ used to smell? Which sense organ used to smell? Answer nose. Okay. Which is called the leafy vegetables? Cabbage. How many bones are there in our body? 206. Okay. Next എന്താണ്? Which organ help us to think? Answer brain. Next, which organ help us to breathe? Answer lungs. Okay. Which is the fastest land animal in the world? Answer cheetah. Okay. Who discovered electric bulb? Thomas Alva Edison. Okay. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ച GK ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ച ടീച്ചർ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യണം എല്ലാ കാര്യങ്ങളും കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കണ്ടേ. ഇപ്പം നമ്മൾ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതെല്ലാം ഓർമ്മ നിൽക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ കളേഴ്സ് പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെ കളേഴ്സ് ആയിരുന്നു? റെഡ് ആപ്പിൾ, ബ്ലൂ സ്കൈ, orange pumpkin, yellow banana, green leaf, purple brinjal. അല്ലേ? നമുക്ക് സ്പീഡിന് പറഞ്ഞു പോവാം. ടീച്ചറിനോടൊപ്പം എല്ലാവരും പറഞ്ഞാൽ മതി. ഓക്കെ. ക്യാപിറ്റൽ ലെറ്റർ എ പഠിച്ചു നമ്മൾ. മൈ ലെറ്റർ എ ഇല്ലേ? അപ്പൊ എ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ വേർഡ്സാ പഠിച്ചത്? എ ഫോർ ആപ്പിൾ, ആൻഡ്, ആക്സ്, ambulance, alligator, almond, arrow, angle. Okay. Next നമ്മൾ B, my letter B, A after B. Capital letter B യും small letter B യും പഠിച്ചു. B വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? B for ball, B for balloon. ടീച്ചറോടൊപ്പം പറഞ്ഞോ? B for bird, B for bee, B for beer, B for bag, B for book,
B for bus. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരുന്നു? പിന്നെ നമ്മൾ my letter C. C വെച്ച് ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ടീച്ചർ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തന്നെ. C for cat. ആരാ പറഞ്ഞത്? Very good. C for car. C for cat. C for cow. C for carrot. C for camel. C for candle. C for clock. C for cap. Okay. C after D. D for drum. D for deck. D for dove. D for dolphin. D for dog. D for doll. D for deer. D for donkey. Okay. പിന്നെ എന്തായിരുന്നു? D after E. E for elephant. Ick. Elbow. Engine. Envelope. Eskimo. Exercise. Okay. E after F. F വെച്ച് എന്തൊക്കെ നമ്മൾ പഠിച്ചു? F for fish, fan, frog, fox, flower, fridge, fork and fire engine. Okay. ഇത്രയും ആയിട്ട് പഠിച്ചു നമ്മൾ G. F after G. G for girl. G for glass. G for gorilla. G for gum. G for grass. G for goat. G for goldfish. G for guitar. അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ച? H. H വെച്ച് എന്തൊക്കെ നമ്മൾ പഠിച്ചു? H വെച്ച് എന്തൊക്കെ പഠിച്ചെന്ന് ടീച്ചർ നമ്മൾ പറഞ്ഞു തന്നെ. H for home. H for home. H for helicopter. H for hat, horse, hen, helmet, hammer and hippo. അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ ലെറ്റേഴ്സ് വെച്ചിട്ട്? പിന്നെ നമ്മൾ I പഠിച്ചു അല്ലേ? I വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? I for insect. I for ink pot. I for igloo. I for India. I for inspector. I for idlis. I for index finger. I for injection. അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ J. I after J. J വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? J for jeep, joker, jack, jeans, juice, jet plane, jelly, jacket. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? K. My letter K. K വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? K for kite. K for kangaroo. K for key. K for king. K for kettle. K for kid. K for kennel. K for kiwi fruit. Okay, all of you stand up.
lizard. L for lock. L for lorry. And L for lollipop. അല്ലേ? L after M. My letter M. അല്ലേ? M വെച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? M for monkey. M for mug. M for mango. M for motorcycle. M for moon. M for mat. M for medicine. M for mask. അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അല്ലേ? ഓക്കെ ഓക്കെ. M after N. My letter N. എന്ന് വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? N for nurse, necklace, nose, needle, newspaper, net, nuts and nail. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൈ ലെറ്റർ N വെച്ച് പഠിച്ചു. പിന്നെ നമ്മൾ മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് പഠിച്ചു ഇല്ലേ? മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ്, ലിറ്റിൽ ലാംബ്, ലിറ്റിൽ ലാംബ്. മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ്, its face was white as snow. Everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. പഠിച്ചോ എല്ലാവരും? let's stand up. Ready? 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കേ, റെഡി ആണോ എല്ലാവരും? ആർ യു റെഡി? യെസ് ടീച്ചർ. പറ, നല്ല സ്മാർട്ട് ആയിട്ട് പറഞ്ഞേ. യെസ് ടീച്ചർ. നമ്മൾ LKG-യിലെ കുട്ടികളെല്ലാം നല്ല സ്മാർട്ട് കുട്ടികളല്ലേ? യെസ് ഓർ നോ? യെസ്, എല്ലാവരും സ്മാർട്ട് ആണ്. നല്ല ഉത്സാഹത്തോടു കൂടി ടീച്ചർ എന്ത് ചോദിച്ചാലും യെസ് ടീച്ചർ പറയണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നമുക്ക് മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് പാടാം. ഓക്കെ, റെഡി? 1 2 3 start. Mary had a little lamb, little lamb, little lamb. Mary had a little lamb, its face was white as snow. And everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. നമ്മുടെ മേരിയുടെ കൂടെ ലാമ്പ് എവിടെ പോയാലും പുറത്ത് കിടക്കുക അല്ലേ? നിങ്ങൾക്കുണ്ടോ അങ്ങനെ പെറ്റ് ആനിമൽസ് ഏതെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പെറ്റ് ആനിമൽസ് ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ആഹാ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, സിറ്റ് ഡൗൺ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റോറിയാണ് അല്ലേ? ദ ഫോക്സ് ആൻഡ് ദി ഗ്രേപ്സ്. ദ ഫോക്സ് ആൻഡ് ദി ഗ്രേപ്സ് ഇല്ലേ? One day a fox was very hungry. ഒരു ദിവസം ഫോക്സിന് ഭയങ്കര വിശപ്പുണ്ടായി. He was looking around for some food. ചുറ്റും ഫുഡ് അന്വേഷിക്കുകയായിരുന്നു. He searched for a long time. അല്ലേ? കുറേ ടൈം എന്താ ഫുഡ് അന്വേഷിച്ചു. Finally he found a bunch of grapes hanging from a vine. വൈൻമരത്തില് bunch of എന്താണ്? grapes, മുന്തിരിക്കുലകൾ കണ്ടു. The grapes were very high on the vine. ഈ വൈൻമരത്തിന്റെ ഏറ്റവും നല്ല ഹൈ ആയിട്ട് മുകളിലായിരുന്നു ഗ്രേപ്സ് കണ്ടത് അല്ലേ? മുന്തിരിക്കുലകൾ തൂങ്ങിടക്കുന്ന കണ്ടത്. The fox looked up and jumped again and again to reach the grapes. അതിനു വേണ്ടിയിട്ട് ജമ്പ് ചെയ്തു, വീണ്ടും ജമ്പ് ചെയ്തു. കിട്ടിയോ? But he could not. He got tired of trying, gave up. ജമ്പ് ചെയ്ത് ടയേർഡായി. ട്രൈ ചെയ്തു, ടയേർഡായി. He said the grapes are sour and went away. എന്ത് പറഞ്ഞു? ഈ ഗ്രേപ്സ് എന്താണ്? പുളിയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് എവിടെ പോയി? ഫോക്സ് അങ്ങ് പോയി അല്ലേ? The moral of the story is don't give up, try and try till you succeed. നമ്മൾ വിജയം കൈവരിക്കും വരെ നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സ്റ്റോറി? ഇഷ്ടമായ സ്റ്റോറി അല്ലേ ഫോക്സ് ആൻഡ് ദി ഗ്രേപ്സ്? ഓക്കെ, പിന്നെ എന്താ പഠിച്ചേ?
ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൈ ലെറ്റർ ഓ പഠിച്ചു അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഓയും സ്മോൾ ലെറ്റർ ഓയും പഠിച്ചു. ഓ വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓ ഫോർ ഓക്സ്, ostrich, orange, octopus, olive, otter. അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയോ? പറയാമോ എന്തായിരിക്കും? ടീച്ചർ അഹല്യ റിവ്യൂവിന് വിളിക്കുന്ന സമയത്ത് എപ്പോഴും ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നത് എന്ന് അഹല്യ എപ്പോഴും ടീച്ചറിനോട് ചോദിക്കും. അപ്പൊ അഹല്യയുടെ ടീച്ചർ ചോദിക്കുന്ന എന്തായിരിക്കും ടീച്ചർ അടുത്ത് പഠിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ടീച്ചർ മൈ ലെറ്റർ പി, ക്യാപിറ്റൽ ലെറ്റർ പി and small letter p. My letter p. All of you say loudly, my letter p. Capital letter P and small letter p. Okay, page number 26. Okay, P for parrot. P for parrot. കണ്ടോ പാരറ്റിനെ എല്ലാരും? P for parrot. ഒരു ബേർഡ് ആണല്ലേ പാരറ്റ്. നല്ല ഭംഗിയാണ്, ഗ്രീൻ കളറാണ്, ലിപ്പൊക്കെ കാണാൻ നല്ല റെഡ് കളറാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പാരറ്റിനെ? കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ വീട്ടിലുണ്ട് പാരറ്റ് അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ, ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? P for parrot. Okay. Next, P for penguin. P for penguin. പെൻഗിനെ കണ്ടോ എല്ലാരും? എന്താ പിക്ചറിൽ കാണുന്നതെന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. P for penguin. Okay, clear ആണല്ലോ? Yes. Next, P for peacock. Peacockനെ കണ്ടോ എല്ലാരും? ബ്യൂട്ടിഫുൾ ആണല്ലേ? നമ്മുടെ നാഷണൽ ബേർഡ് ആണ് പീകോക്ക്. No, peacock. P for peacock. Okay, next, P for ആരാ പറഞ്ഞത്? പപ്പായ. നമ്മൾ ഫ്രൂട്ട്സിൽ പഠിച്ചതാ അല്ലേ? P for പപ്പായ. Okay, P for പപ്പായ. ഫ്രൂട്ട് ആണല്ലേ? Okay, next, P for പൊട്ടറ്റോ. അത് ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. P for പൊട്ടറ്റോ. എന്ത് പിക്ചറാ കാണുന്നത്? പൊട്ടറ്റോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, P for peanuts. എന്താണ്? peanuts. P for peanuts. ഓക്കെ, നെക്സ്റ്റ്, P for pizza. P for pizza. Say loudly. All of you say loudly. P for pizza. Okay, next. Teacher picture കാണിക്കും, എന്താണെന്ന് പറയണം കേട്ടോ. P for pencil. Very good, very good. P for pencil. എന്താ പിക്ചറിൽ കാണുന്നത്? പെൻസിൽ. P for pencil. Okay, all of you clear? Yes. Okay. അപ്പോൾ നമ്മൾ my letter P, capital letter P and small letter P, അല്ലേ? P വെച്ച് നമ്മൾ parrot. All of you say loudly, parrot, penguin, peacock, papaya, potato, peanuts, pizza and pencil. നമ്മൾ എന്താ പഠിച്ചത്? my letter. ടീച്ചർ
penguin. P for peacock. P for papaya. P for potato. P for peanuts. P for pizza. And P for pencil. Okay, അപ്പോൾ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 times റീഡ് ചെയ്യണം എല്ലാവരും കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്യണം എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്യണം. 5 times റീഡ് ചെയ്യണം. എന്നിട്ട് ടീച്ചറിന്റെ വോയിസ് ഒക്കെ ഇട്ട് തരണം കേട്ടോ. 5 timesന്റെ എല്ലാം 1 time വോയിസ് ഇട്ട് തന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്സിൽ എവിടെ വരെ നമ്മൾ പഠിച്ചത്? മാത്സ് നമ്മൾ എവിടെ വരെ പഠിച്ചു? 10 വരെയാണ് പഠിച്ചത്. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, 1 2 3 4 5 after 6 after 7 8 9 1 0 10. Okay, all of you stand up. 1, say loudly. 1 2 3 4 5 6 7 8 9 10. Okay, നമ്മൾ 10 എഴുതുന്നത് എങ്ങനെയാ? 1 0 10. ടീച്ചർ 1 to 10 വരെ കാണാതെ എഴുതുന്ന വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ടീച്ചറിന് എല്ലാവരും ഒന്നും അയച്ചു തന്നിട്ടില്ല കേട്ടോ. എല്ലാവരും അയച്ചു തരണേ ടീച്ചറിന്. അതുപോലെ ടീച്ചർ നോക്കുമ്പം പറഞ്ഞെഴുതാൻ പറഞ്ഞിട്ട് 2-3 പേരൊന്നും പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല. ടീച്ചർ എപ്പോഴും പറയത്തില്ല അതിനൊക്കെ 1 0 10 എന്ന് തന്നെ പറഞ്ഞ് എഴുതണം കേട്ടോ. അത് കൗണ്ട് ചെയ്ത് അങ്ങോട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ബുക്കിൽ എഴുതുന്ന സമയത്ത് 10 എഴുതുമ്പോൾ 1 0 10 എന്ന് തന്നെ പറഞ്ഞ് എഴുതണം. 10 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് 1 0 10 ഇങ്ങനെ തന്നെ പറഞ്ഞ് ബുക്കിൽ എഴുതണം കേട്ടോ. ടീച്ചർ അത് ശ്രദ്ധിച്ചപ്പം 1-2 പേരൊക്കെ 10 എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ എഴുതരുത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ് ടീച്ചർ ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 1 0 10 എന്ന് തന്നെ പറഞ്ഞ് എഴുതണം കേട്ടോ. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് ടീച്ചർ 2-3 പേരുടെ കണ്ടതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ 1 0 10 എന്ന് തന്നെ പറഞ്ഞ് എഴുതണം എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മാത്സ് അപ്പൊ ഇന്ന് ടീച്ചറിന് ഒരു 1 to 10 വരെ 1 time എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് ഓക്കെ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് പേജ് നമ്പർ 23 കണ്ടല്ലോ. പേജ് നമ്പർ 23 കളർ ദ ക്രെയിൻ ആസ് ഇൻഡിക്കേറ്റഡ്. അതായത് ഈ ക്രെയിൻ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കളർ അനുസരിച്ച് എല്ലാവരും കളർ ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, കളർ ദ ക്രെയിൻ ആസ് ഇൻഡിക്കേറ്റഡ്. ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കളർ വേണം കളർ ചെയ്യാൻ. ഓക്കെ, ചെയ്ത് തരുമല്ലോ എല്ലാവരും? യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ ജി കെ നമുക്ക് നെക്സ്റ്റ് അടുത്ത 2 GK എന്ന് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. ഹൂ ടേക്ക് കെയർ ഓഫ് ഗാർഡൻ? ഗാർഡൻ അറിയോ? ഗാർഡൻ പൂന്തോട്ടം ഉണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ പൂന്തോട്ടം ഉണ്ടോ? അപ്പൊ ഗാർഡൻ നമ്മുടെ ഗാർഡൻ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാന്നറിയോ? ഗാർഡനർ. ആൻസർ ഗാർഡനർ. ഓക്കെ, ഹൂ ടേക്ക് കെയർ ഓഫ് ഗാർഡൻ? പൂന്തോട്ടം ആരാണ് പരിപാലിക്കുന്നത്? ഗാർഡനർ. ഓക്കെ, നെക്സ്റ്റ്, ഹൂ ടീച്ചേഴ്സ് us the lesson?
ടീച്ചർ ചോദിക്കുക, നിങ്ങൾ പറയണം അതിന്റെ ആൻസർ. ഓക്കെ, ഹൂ ടീച്ചേഴ്സ് us the lesson? പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണ്? ആരാ ആൻസർ പറഞ്ഞ? ടീച്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹൂ ടീച്ചേഴ്സ് us the lesson? ആൻസർ ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. Which is the largest animal in the world? Blue whale. Okay. What does the heart pump? Answer blood. Which is the smallest bird? Which is the smallest bird? Hummingbird. Question ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ പറയാം കേട്ടോ ക്ലാസ്. Which is the smallest bird? Hummingbird. Okay, which is the biggest bird in the world? Answer ostrich. Okay, which is the largest desert in the world? Sahara. Okay, name the largest vehicle. Train. Name the king of forest. Lion. Name the queen of flowers. Rose. Name the king of fruit. Mango. Name the king of bird. Eagle. Who is known as Bapu? Mahatma Gandhi. Okay. Which is the festival of colors? Holi. How many letters are there in alphabet? Answer 26. Okay. Who treats us when we are sick? Answer doctor. Who bring letters at home? Postman. Who repair pipes? Plumber. ടീച്ചറിനോടൊപ്പം എല്ലാവരും പറയുന്നുണ്ടോ? അത് ചുമ്മാ കേട്ടിരിക്കുവാണോ? ടീച്ചറിനോടൊപ്പം ആൻസർ പറയണം കേട്ടോ. Who repair electric items? Electrician. Okay. Who construct buildings and homes? Answer mason. Who repair shoe? Cobbler. Who cares sick people in hospital? Answer nurse. Okay, നമ്മൾ എന്താ പഠിച്ച? Who take care of garden? Gardener. Okay, who teaches us the lesson? Teacher. Okay, very good. Okay. നെക്സ്റ്റ് നമ്മൾ എന്താണ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക എഴുതാൻ പഠിച്ചില്ലേ? K says k. Okay, അപ്പോൾ നമുക്ക് കർസീവ് പറയാം. Okay. A says a. B says b. C says k. D says d. E says a. F says f. G says g. H says h. I says e. J says j. K says k. K says k. Okay. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം. ലൈൻസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് എന്താ നമ്മൾ എഴുതുന്നത്? എന്താന്ന് പറഞ്ഞേ? സ്ട്രോക്ക് എഴുതും അല്ലേ? എങ്ങനെയാന്ന് കണ്ടല്ലോ? എല്ലാവരും ശ്രദ്ധിക്കണേ. പതുക്കെ എഴുതണം. നമ്മൾ ലൈൻസ് ഒക്കെ നോക്കി കണ്ടല്ലോ. നമ്മൾ സ്ട്രോക്ക് എഴുതി കണ്ടോ എല്ലാരും? ഓക്കെ, ഇനി നമ്മൾ എന്താ? A says a പറഞ്ഞെഴുതണേ. നോക്കിക്കോണേ ടീച്ചർ എഴുതുമ്പം. A says a. ഇതിന്റെ സൗണ്ട് എന്താണ്? ആ. ലൗഡ്ലി എല്ലാരും ഉറക്കെ പറഞ്ഞേ. A says a. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്ട്രോക്ക് എഴുതി. അതിനുശേഷം നമ്മൾ A says a എഴുതി.
ഇനി നമ്മൾ എന്താ എഴുതാൻ പോന്നേ? ആ, ബി സേസ് ബ്. സേ ലൗഡ്ലി, ഉറക്കെ പറ. ബി സേസ് ബ്. കണ്ടല്ലോ, ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പൊ എ സേസ് ആ, ബി സേസ് ബ്. ഓക്കെ, ഇനി നമ്മൾ എന്താ എഴുതാൻ പോന്നെ? സി സേസ് ക്ക്. പറഞ്ഞേ എല്ലാരും. സി സേസ് ക്ക്. നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് എഴുതി. എ സേസ് ആ, ബി സേസ് ബ്, സി സേസ് ക്ക്. അടുത്തുണ്ടാ? ഡി സേസ് ഡ. ഡിന്റെ സൗണ്ട് എന്താണ്? ഡി സേസ് ഡ. ഉറക്കെ പറയണേ എല്ലാരും. പറഞ്ഞു വേണം എഴുതാൻ. ലൈൻസ് ഒക്കെ നോക്കണം. ഡി സേസ് ഡ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇ സേസ് എ. ഇ സേസ് എ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറയാം. എ സേസ് ആ, ബി സേസ് ബ്, സി സേസ് ക്ക്, ഡി സേസ് ഡ, ഇ സേസ് എ. ഓക്കെ, ഇനി നമ്മൾ എന്താന്ന് പറഞ്ഞേ? എഫ് സേസ് ഫ്. ശ്രദ്ധിച്ച് നോക്കണം എഫ് എഴുതുന്നത് കേട്ടോ. എഫ് സേസ് ഫ്. എഫിന്റെ സൗണ്ട് എന്താണ്? ഫ്. കണ്ടല്ലോ എഴുതിയത്. എഫ് സേസ് ഫ്. ഉറക്കെ പറഞ്ഞേ എല്ലാരും. എഫ് സേസ് ഫ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ആ, ജി സേസ് ഗ. ജി സേസ് ഗ. എച്ച് സേസ് ഹ. എച്ചിന്റെ സൗണ്ട് എന്താണ്? ഹ. എച്ച് സേസ് ഹ. ഓക്കെ, ഐ സേസ് ഇ. ഐ സേസ് ഇ. എച്ച് സേസ് ഹ, ഐ സേസ് ഇ. ഓക്കെ, ജെ സേസ് ജ. ജെ സേസ് ജ. ജെ സേസ് ജ. സേ ലൗഡ്ലി. ജെ സേസ് ജ. ഓക്കെ, ഇനി ക. കെ സേസ് ക. കെ സേസ് ക. ലൈൻസ് ഒക്കെ നോക്കണം എങ്ങനെ എഴുതുന്നേന്നൊക്കെ. കണ്ടല്ലോ. ആ, കെ സേസ് ക. കണ്ടല്ലോ. ആ, പതുക്കെ പെൻസിൽ എടുക്കരുത് കേട്ടോ. കെ സേസ് ക. പതുക്കെ എഴുതണേ. എഴുതുമ്പോ ശ്രദ്ധിക്കണം. കെ സേസ് ക. കെ സേസ് ക. ഓക്കെ, കണ്ടല്ലോ എല്ലാരും. ലൈൻസ് ഒക്കെ കണ്ടല്ലോ. കെ സേസ് ക. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും കണ്ടല്ലോ എഴുതുന്നത്. അപ്പൊ ഇന്ന് ടീച്ചറിന് ആ ടു ക്ക് വര 2 ടൈംസ് എഴുതി എല്ലാരും സെൻഡ് ചെയ്ത് തരണം. ആ ടു ക്ക് വര 2 ടൈംസ് എഴുതി ടീച്ചറിന് എല്ലാരും സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്ത് തരല്ലോ. യെസ്, ഒന്നുകൂടെ നമുക്ക് സൗണ്ട്സ് പറയാം. നമുക്ക് ഒരുമിച്ച് പറയാം. ടീച്ചർ പറയുമ്പോ ടീച്ചറിനോടൊപ്പം പറഞ്ഞു പോണം. ഓക്കെ, എ സേസ് ആ, ബി സേസ് ബ, സി സേസ് ക, ഡി സേസ് ഡ, ഇ സേസ് എ, എഫ് സേസ് ഫ, ജി സേസ് ഗ, എച്ച് സേസ് ഹ, I says E, J says J, K says K. Okay, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ആ ടു ക്ക് വരെ ടീച്ചറിന് 2 ടൈംസ് എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വേഴ്സിൽ നമുക്ക് എവിടെ വരെ പഠിച്ചതെന്ന് റിഫ്രഷ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മൈ സ്കൂൾ പഠിച്ചു. ഓൾ ഓഫ് യു സ്റ്റാൻഡ്. ഒന്ന് ജമ്പ് ചെയ്ത് എല്ലാവരും. ജംപ്.
school. അല്ലേ? Say all of you say my school. Okay, എന്തൊക്കെയാണ്? Assembly, my classroom, and playground. അല്ലേ? പിന്നെ നമ്മള് my classroomൽ എന്തൊക്കെയാ പറഞ്ഞത്? Bag, slate, sharpener, table, eraser, pencil, book, crayons, chair, blackboard, chalk, duster, notice board, scale, stapler, and glue. Okay, നമ്മൾ safety at home. അല്ലേ? Don't play with sharp objects. Don't play with fire. Don't play with electricity. And don't play with gas. Okay. My 5 sense organs. ഏതൊക്കെയാണ്? My 5 sense organs. Ear to hear. അല്ലേ? Ear, eyes, nose, tongue, skin. അല്ലേ? Ear to hear, eye to see, nose to smell, tongue to taste, skin to touch and feel. Okay. Next എന്തായിരുന്നു? Next fruits. അല്ലേ? Fruits are very sweet and tasty. Fruits are good for health. We get fruits from plants. നമുക്ക് എവിടെ നിന്നാണ് ഫ്രൂട്ട്സ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്ന്. ഓക്കെ, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ പഠിച്ചത്? ആപ്പിൾ, ബനാന, ഓറഞ്ച്, പപ്പായ, മാംഗോ, ഗുവാവ, grapes, pineapple and watermelon. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ടീച്ചറിന് മാത്സ് 1 to 10 വരെ 1 ടൈം എല്ലാവരും എഴുതി അയച്ചു തരണം. നെക്സ്റ്റ് നമ്മുടെ കേഴ്സീവ് ആട്ടുക്ക് വരെ 2 ടൈംസ് എഴുതി ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. എല്ലാവരും പറഞ്ഞെഴുതണം. നല്ല കുട്ടികളായിട്ട് പഠിക്കണം. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു ടീച്ചർ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.